ഇന്ന് നമ്മൾ WPC കൊണ്ട് കിച്ചൺ കബോർഡ് ബോക്സ് ക്യാബിനറ്റുകൾ ബോക്സ് അടിച്ചിരിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ബോക്സ് അടിച്ചിട്ടിരിക്കുമ്പോൾ ആ ബോക്സിന്റെ ഹൈറ്റിനെ കുറിച്ചൊക്കെ പല സമയത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എത്ര ഹൈറ്റിലാണ് നമ്മുടെ കിച്ചണിലെ ബാസ്ക്കറ്റുകൾ വെക്കാൻ പാകത്തിന് ബോക്സ് അടിച്ചിട്ടുള്ളത്, അത് എല്ലാ വീടുകളിലും ഒറ്റ ഹൈറ്റിലാണ് അടിക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സംശയത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ ഈ വീട്ടിൽ ബോക്സ് അടിച്ചിരിക്കുന്നത് WPCയുടെ വൈറ്റ് ലാമിനേഷൻ ഷീറ്റുകൾ കൊണ്ടാണ് ഇതിന് ബോക്സ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബോക്സ് അടിച്ച് ആ ബോക്സിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇടാൻ പാകത്തിനുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇതിന് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രാനൈറ്റ് ഇടുമ്പോൾ ആ ഗ്രാനൈറ്റോട് കൂടി ഇതിന് 85 സെന്റിമീറ്റർ ഉയരം വരാൻ പാകത്തിനാണ് നമ്മളിതിന് ഈ ബോക്സ് അടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ 85 സെന്റിമീറ്റർ എന്നുള്ളത് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരളവാണ് 85 സെന്റിമീറ്റർ. മറ്റ് പല രീതിയിൽ നമുക്ക് ആ ഉയരത്തിനെ ആനുപാതികമായിട്ട് മാറ്റാം. കാരണം ആ വീട്ടിലുള്ള ആളുകളുടെ കിച്ചൺ ഉപയോഗിക്കുന്ന ആളുകളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉയരം ക്രമീകരിക്കാം. എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഒരു വീടുകൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അളവ് എന്ന രീതിയിലാണ് നമ്മൾ 85 സെന്റിമീറ്റർ ഇടുന്നത്. അതല്ല എങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുടെ പകുതി ഹൈറ്റിന് ഈ ഉയരം ക്രമീകരിക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഈ സ്ലാബുകൾ ഉപയോഗിക്കുന്നതിനും വാഷ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പാചകം ചെയ്യുന്നതിനും ഒക്കെ സൗകര്യപ്രദമായിരിക്കും. ഇത്തരത്തിലുള്ള കിച്ചണിൻ്റെ ബോക്സ് അടിക്കുന്നതിന് നമ്മൾ പലവിധ മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. MDF, മൾട്ടിവുഡ്, ഫ്ലൈവുഡ് ലാമിനേഷൻ, WPC. നമ്മളിവിടെ WPC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒട്ടും സ്ഥലം നഷ്ടപ്പെടാതെയും ഭംഗിയോടും കൂടി നമുക്ക് വേണ്ട അക്സസറീസുകളൊക്കെ പിടിപ്പിക്കാൻ പാകത്തിന് നമുക്ക് അതിൻ്റെ കൃത്യ അളവിൽ തന്നെ ഇത് അടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കിച്ചണിലെ സ്ലാബിൻ്റെ ഹൈറ്റ് എങ്ങനെ ക്രമീകരിക്കണമെന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഹൈറ്റ് ക്രമീകരിക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളുടെ സ്ലാബിൽ നമ്മൾ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും പാചകം ചെയ്യുമ്പോഴാണെങ്കിലും സ്ലാബിലേക്ക് നമ്മൾ ചേർന്ന് നിന്ന് നമ്മൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഈ കാല് താഴത്തെ സ്ലാബിൻ്റെ ഒപ്പം ചെന്ന് മുട്ടാതിരിക്കണം. അപ്പോൾ അങ്ങനെ മുട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ബോക്സ് അടിക്കുമ്പോൾ ബോക്സിൻ്റെ അടിഭാഗം ഏറ്റവും അടിയിൽ പൂട്ടസ്റ്റ് അടിക്കുന്ന സമയത്ത് ആ പൂട്ടസ്റ്റ് 3 ഇഞ്ച് മിനിമം 3 ഇഞ്ചെങ്കിലും അകത്തേക്ക് തള്ളി വേണം അടിക്കാൻ. എങ്കിൽ മാത്രമാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന് 3 ഇഞ്ച് അകത്തേക്ക് വലിച്ചിട്ടാണ് ഇതിൻ്റെ പൂട്ടസ്റ്റ് അടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പുട്രസ്റ്റ് അല്ലെങ്കിൽ പാതകം എന്നൊക്കെ പറയും. സ്ലാബിലൊക്കെ പണിയുകയാണെങ്കിൽ പാതകവും പണിതതിന് ശേഷമായിരിക്കും അതിൻ്റെ മുകളിൽ സ്ലാബൊക്കെ വെച്ച് മുകളിലേക്ക് കാലൊക്കെ പണിത് കയറുക. ഇത് നമ്മൾ ബോക്സ് അടിച്ചിരിക്കുന്നതാണ്. ബോക്സിനടിയിൽ നമ്മൾ അതിനൊരു ബോർഡറായിട്ട് അടിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ 3 ഇഞ്ച് അകത്തേക്ക് വലിച്ചിടുക. എങ്കിൽ മാത്രമാണ് നമുക്കിങ്ങനെ നിന്ന് കാല് ഇത്രയും അകത്തേക്ക് കയറി നിന്നിട്ട് നമുക്ക് ഈ സ്ലാബിലേക്ക് ചേർന്ന് നിന്ന് നമ്മളുടെ പാചകവും വാഷിങ്ങും ഒക്കെ ഉൾപ്പെടെയുള്ള പണികൾ എന്തെങ്കിലും അരിയാനൊക്കെ ആണെങ്കിലും നമുക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തരത്തിൽ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.